നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ക്യാപ്സ്യൂളിന്റെ അടുത്തൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി ടി.എസ്. അപ്പോൾ ക്യാപ്സ്യൂൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എന്നുള്ള കമന്റ്സ് എല്ലാം കാണുന്നുണ്ട്. വളരെ സന്തോഷം. അതുകൊണ്ട് തന്നെ തുടർന്നും ഇതേപോലുള്ള ടോപ്പിക്കുകൾ, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എന്നോടൊപ്പം തന്നെ പഠിച്ചു വരിക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ക്യാപ്സ്യൂളിന്റെ 9ാമത്തെ ഭാഗത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തി അല്ലേ? എവിടെ തുടങ്ങിയതാണ്? നമ്മൾ ഒരു കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ തുടങ്ങി ശരാശരിയിലെത്തി അവസാനം നമ്മൾ ഇനി അടുത്ത ഒരു സെക്ഷനിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഓർഡറിലൊക്കെ പഠിച്ചെന്ന് വരണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഒക്കെ കാണുന്നതെങ്കിൽ ഇതിന്റെ പ്ലേലിസ്റ്റ്, ഈ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് നമ്മുടെ ക്യാപ്സ്യൂൾസ്, കമ്പനി ബോർഡ് LGS ക്യാപ്സ്യൂൾസ് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഓർഡറിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അത് നോക്കി പഠിച്ച് സെറ്റ് ആക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു ഏരിയയിലോട്ട് കിടക്കുകയാണ്. അതാണ് നമ്മുടെ കായിക മേഖല. കായിക മേഖലയാണ് നമ്മൾ ഒളിമ്പിക്സ് അല്ലെ? കായിക മേഖലയിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് ഒളിമ്പിക്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ എന്റെ കൂടെ പഠിക്കാൻ റെഡി ആണല്ലോ? അപ്പൊ കായിക മേഖലയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണിച്ചു തരാം. ആ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടുള്ള നമുക്ക് കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കാം. നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ തീർക്കാൻ പറ്റത്തില്ല. അത്രത്തോളം കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അത് നമുക്ക് പിന്നീട് റിവിഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും അത് നമുക്ക് സെറ്റ് ആക്കാം. ഇപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട ഒളിമ്പിക്സിൽ നമുക്ക് വിട്ടുകളയാൻ പാടില്ലാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് നമുക്ക് പഠിക്കാം. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ നോക്കൂ. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? സിമ്പിൾ ചോദ്യം അല്ലേ? കാണുമ്പോൾ സിമ്പിൾ ആണ്, പക്ഷേ ഓപ്ഷൻസിലേക്ക് പോകുമ്പോഴായിരിക്കും നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ആകുന്നത്. അതാണോ ഇതാണോ, അയ്യോ മൊത്തത്തിൽ ഒരു പുകമയമാണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഒളിമ്പിക്സിന്റെ വേദികൾ പഠിച്ചേ പറ്റുള്ളൂ. PSCക്ക് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒളിമ്പിക്സിന്റെ വേദികൾ, കഴിഞ്ഞതും ഇനി നടക്കാൻ പോകുന്നതുമായിട്ടുള്ളത്, റീസെന്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ച് വെച്ചിരിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻസിൽ അമേരിക്കയുണ്ട്, ഇന്ത്യയുണ്ട്, പാരീസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യമേ അത് പഠിക്കാം. പഠിച്ചിട്ട് പോയിട്ട് ആൻസർ ചെയ്യാം. റെഡി ആണേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതാ നോക്കിക്കേ. ഒളിമ്പിക്സിന്റെ വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്, രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പണ്ട് തുടങ്ങിയ സാധനമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അവിടെ നിന്നും കുറേ പഠിക്കാനുണ്ട്. അതൊക്കെ വിട്ട് കളഞ്ഞിട്ടുണ്ട്. തുടക്കവും നമ്മൾ റീസെന്റ് ആയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇടയ്ക്കുള്ളതെല്ലാം കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ ഇരുന്ന് പഠിക്കാം. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് PSC റിലേറ്റഡ് ചെയ്ത് നമുക്ക് ഇപ്പം അടുപ്പിച്ചുള്ളത് മാത്രം പഠിച്ചു പോയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഒളിമ്പിക്സിന്റെ വർഷം, ഒളിമ്പിക്സിന്റെ തുടക്കം 1896 എവിടെ വെച്ചിട്ടായിരുന്നു? ഗ്രീസിലെ ഏതൻസിൽ വെച്ചിട്ടാണ് അല്ലേ? അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, 1896 ഗ്രീസിലെ ഏതൻസിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ആദ്യത്തെ ഒളിമ്പിക്സ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ 4 വർഷം കൂടുമ്പോ എന്ത് നടക്കുന്നുണ്ടായിരുന്നു? ഒളിമ്പിക്സ് നടന്ന് വന്ന് എവിടെ എത്തി? 2020 എത്തി. 2020 ഒളിമ്പിക്സിന്റെ പ്രത്യേകതയൊക്കെ അറിയാലോ. ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് നമ്മൾ പറയും അല്ലെ? ടോക്കിയോ എവിടെയാണ്? ജപ്പാനിലാണ്. രാജ്യം ചോദിച്ചാൽ ജപ്പാൻ. ഒളിമ്പിക്സിന്റെ പേര് ചോദിച്ചാൽ ടോക്കിയോ ഒളിമ്പിക്സ്. ടോക്കിയോ ഒളിമ്പിക്സിന്റെ വർഷം ചോദിച്ചാൽ 2020. പഠിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ, 2020 എന്നും പേര് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ കൊറോണ മൂലം 2021 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ 2021 മാറ്റിവെച്ചത് 2020 ആ ഒരു ടോക്കിയോ ഒളിമ്പിക്സ് ആണ് എന്ത് ചെയ്യുന്നത്? 2021 നടക്കുന്നത്. ഓക്കെ, ആ പേരും അതിന് നടന്ന വർഷം തമ്മിൽ ഒരു ചെറിയൊരു വ്യത്യാസം, കൊറോണ മൂലം ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോൾ 2020 ടോക്കിയോ ഒളിമ്പിക്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 2020 ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? ജപ്പാനിലാണ്. ടോക്കിയോ ഒളിമ്പിക്സ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് 4 വർഷം കഴിഞ്ഞ് 2024 എന്ത് നടന്നു? പാരീസ് ഒളിമ്പിക്സ് നടന്നു. പാരീസ് ഒളിമ്പിക്സ് എവിടെയാണ്? ഫ്രാൻസിലാണ്. രാജ്യം ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. ഫ്രാൻസിൽ എവിടെയാണ്? പാരീസിലാണ്. അപ്പൊ പാരീസ് ഒളിമ്പിക്സ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ 2024 പാരീസ് ഒളിമ്പിക്സ് നടന്നു. എന്നാണ്? 2024 പാരീസ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് 4 വർഷത്തിന് ശേഷം 2028 അല്ലേ? 2024 കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം 2028 അടുത്ത ഒളിമ്പിക്സ് നടക്കാനായിട്ട് പോകുന്നത്. അത് ഏത് ഒളിമ്പിക്സ് ആണ്? ലോസ് ഏഞ്ചൽസിലാണ്. എവിടെയാണ് നടക്കാൻ പോകുന്നത്?
അമേരിക്കയിലെ USA ലോസ് ഏഞ്ചൽസിലാണ് എന്ത് നടക്കാൻ പോകുന്നത്? അടുത്ത ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് ഒന്ന് പോയാലോ? അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അമേരിക്ക, ഇന്ത്യ, പാരീസ്, ജർമ്മനി. ഒന്ന് ഉത്തരം പറഞ്ഞേ. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് അമേരിക്കയിൽ വെച്ചിട്ടാണ്. ഏത് ഒളിമ്പിക്സ് ആണത്? ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ആണ്. വർഷം ഏതാണ്? 2028 ആണ് കേട്ടോ. 2028 അമേരിക്ക, അഥവാ ചിലപ്പോൾ അമേരിക്കക്ക് പകരം ഇവിടെ USA എന്നായിരിക്കും. അതും സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ USA അല്ലെങ്കിൽ അമേരിക്ക അവിടെ വെച്ചിട്ടാണ്, ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് 2028 എന്ത് നടക്കാൻ പോകുന്നത്? ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. ഇനി അതിനുശേഷം നെക്സ്റ്റ് അടുത്ത 4 വർഷത്തിന് ശേഷം എന്തുണ്ട്? അടുത്ത ഒളിമ്പിക്സ് വരുന്നുണ്ട്. അതെവിടെ വെച്ചിട്ടാണെന്ന് അറിയാമോ? ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ബ്രിസ്ബൺ ഒളിമ്പിക്സ് എന്നാണ് പറയുന്നത്. ബ്രിസ്ബൺ, ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിൽ വെച്ചിട്ടാണ് ഏത് വർഷം? 2032 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ 2028 ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാൽ, അടുത്ത ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്, ലോസ് ഏഞ്ചൽസ് ആണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാം? PSCക്ക് ചോദിക്കാൻ തോന്നാം, 2032 ഒളിമ്പിക്സിന്റെ വേദി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബ്രിസ്ബൺ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. മാറിപ്പോകോ? മറന്നു പോകോ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. നോക്കൂ, 2020 ടോക്കിയോ ഒളിമ്പിക്സ് ജപ്പാൻ, മറക്കത്തില്ല. 2024 പാരീസിലാണ്, പാരീസ് ഒളിമ്പിക്സ് ആണ്, ഫ്രാൻസ്. 2028 ലോസ് ഏഞ്ചൽസ് ആണ്, ഓക്കെ, USA. 2032 ബ്രിസ്ബൺ, ഓസ്ട്രേലിയ ആണ്. ബ്രിസ്ബൺ ഓസ്ട്രേലിയ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം വീണ്ടും. ഓക്കെ, വീണ്ടും നോക്കൂ, 2022 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? നമ്മൾ 2020 ഒളിമ്പിക്സ് കഴിഞ്ഞ്, ടോക്കിയോ ഒളിമ്പിക്സ് കഴിഞ്ഞിട്ട് 2024 പാരീസ് ഒളിമ്പിക്സ് ആണ് ഓർത്തത് അല്ലേ? ആണ്. അങ്ങനെയെങ്കിൽ ഇതിനിടയ്ക്കായിട്ട് വിന്റർ ഒളിമ്പിക്സ് ഉണ്ട്. വിന്റർ ഒളിമ്പിക്സ് അഥവാ ശീതകാല ഒളിമ്പിക്സ്, 2 സമ്മർ ഒളിമ്പിക്സിന് ഇടയിലായിട്ട്, അല്ലെങ്കിൽ സാധാ ഒളിമ്പിക്സ് എന്ന് പറയും. ഓക്കെ, ആ ഒളിമ്പിക്സുകൾക്ക് ഇടയിലായിട്ട് ഇത് നടത്താൻ പറ്റാത്ത ആളുകൾക്കായിട്ട് എന്ത് നടക്കുന്നുണ്ട്? വിന്റർ ഒളിമ്പിക്സ് നടക്കാറുണ്ട്. അതിനെയാണ് ശൈത്യകാല ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അത് എന്നാണ് നടന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ചോദിച്ചത് 2022 കാര്യമാണ് കേട്ടോ. 2022 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഇറ്റലി, കാനഡ, ജപ്പാൻ, ചൈന എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒളിമ്പിക്സ്, സമ്മർ ഒളിമ്പിക്സും പഠിക്കണം, വിന്റർ ഒളിമ്പിക്സും പഠിക്കണം. സമ്മർ ഒളിമ്പിക്സ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിന്റർ ഒളിമ്പിക്സ് ആണ് കേട്ടോ. അപ്പൊ വിന്റർ ഒളിമ്പിക്സിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അവർ ഇങ്ങനെ എടുത്ത് ചോദിക്കും, വിന്റർ എന്ന് എടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ ശൈത്യകാല ഒളിമ്പിക്സ് എന്ന് എടുത്തു ചോദിക്കും. അല്ലാതെ വെറുതെ ഒളിമ്പിക്സ് എന്നാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? സമ്മർ ഒളിമ്പിക്സിനെയാണ് കേട്ടോ. അപ്പൊ വിന്റർ ഒളിമ്പിക്സിന്റെ വർഷം ഒന്ന് നോക്കിക്കേ. 2018 അത് നടക്കുന്നത് സൗത്ത് കൊറിയയിലെ പിയോങ്ചാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പൊ പിയോങ്ചാങ് ഒളിമ്പിക്സ് ആണ് 2018 നടക്കുന്നത്. 2022 എവിടെ നടക്കുന്നത്? ചൈനയിലെ ബെയ്ജിങ്ങില്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം കിട്ടി. 2022 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ ഓപ്ഷൻ ഡി, ചൈനയാണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ? അപ്പൊ 2022 എവിടെ വെച്ചിട്ടാണ് ആ ഒരു ഒളിമ്പിക്സ് നടക്കുന്നത്? ചൈനയിൽ വെച്ചിട്ടാണ്. ചൈനയിൽ എവിടെ? ബെയ്ജിങ്ങിലാണെന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം 2026 പോകണം. അതായത് അടുത്ത വർഷം ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നു. ഏത് ഒളിമ്പിക്സ്? ശീതകാല ഒളിമ്പിക്സ് അഥവാ വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നു. നമ്മൾ എവിടെ പോകണം അത് കാണണമെങ്കിൽ? അത് നമ്മൾ ഇറ്റലിയിൽ പോകണം. ഇറ്റലിയിൽ എവിടെ പോകണം? മിലാൻ കോർട്ടീന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ഇറ്റലിയില് മിലാൻ കോർട്ടീന എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് നടക്കാൻ പോകുന്നത്? 2026 ഒളിമ്പിക്സ് നടക്കാൻ. ഏത് ഒളിമ്പിക്സ്? വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. ബോറടിക്കുന്നുണ്ടോ? ടോപ്പിക്ക് ഭയങ്കര ഇങ്ങനെ ഒത്തിരി പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇതൊന്നും പഠിക്കാൻ തലേ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്തിട്ട് പോകും. പക്ഷെ സ്കിപ്പ് ചെയ്യുന്നവരെല്ലാം എക്സാം ഹാളിൽ പോയിരിക്കുമ്പോഴും അത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ പഠിച്ചിട്ട് പോകുന്നവർക്ക് അവിടെ പോയാൽ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. നിങ്ങൾ കേട്ടിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ 2018 ചൈന അല്ലെ, സൗത്ത് കൊറിയയിലാണ് പിയോങ്ചാങ് എന്ന് പറയുന്ന ആ ഒരു ഒളിമ്പിക്സ് ആയിരുന്നു. 2022 വരുമ്പോഴത്തേക്കും ചൈനയിൽ വെച്ചിട്ടാണ് നടന്നത്. അടുത്ത വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് 2026 മിലാൻ കോർട്ടീന എന്ന് പറയുന്ന സ്ഥലത്ത്, ഇറ്റലിയിലെ മിലാൻ കോർട്ടീനയിലാണ് അടുത്ത ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. ഇനി
2026-ലാണല്ലേ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പൊ ചോദിക്കും അടുത്ത 2030 വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്ന സ്ഥലം ഏതെന്ന് ചോദിക്കാം. ഇതോ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കുകയാണെങ്കിലും നമ്മൾ ആൻസർ പറയണം. ഫ്രാൻസിലെ ഫ്രഞ്ച് ആൽപ്സിലാണ് എന്ത് നടക്കുന്നത്? 2030 ആ ഒരു വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചിരിക്കാൻ, മാറിപ്പോകുന്നത്. മറ്റേത് 2028-ഉം 32-ഉം ആയിരുന്നു. മാറിപ്പോകല്ലേ. ഓക്കെ, അത് ഓസ്ട്രേലിയ ഒക്കെ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എന്താണ്, വായിക്കൊള്ളാത്ത കുറച്ച് പേരുകളാണ് അല്ലേ. അപ്പം 2018 പിയോങ്ചാങ്, 2022 ബെയ്ജിംഗ് ആണ്, 2026 മിലാൻ കോർട്ടീന, 2030 ഫ്രഞ്ച് ആൽപ്സ്. വിന്റർ ഒളിമ്പിക്സ് ആണ്, മറന്നു പോകരുത്. ഓക്കെ അല്ലേ. അപ്പൊ ഇങ്ങനെ ഇനി ചോദ്യം ചോദിച്ചാൽ ഇനി നിങ്ങൾ ആൻസർ ചെയ്യുമോ? ഒന്ന് എഴുതി വെച്ചിരിക്കുക കേട്ടോ. എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും ഒന്ന് ഒരു തവണ വായിച്ചു നോക്കുക, റിവിഷൻ ചെയ്യുക. ഇതൊക്കെ വെറുതെ ഒരു തവണ കണ്ടിട്ട് അല്ലെങ്കിൽ പഠിച്ചിട്ട് പോയിട്ട് എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഇത് വീണ്ടും കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. കൺഫ്യൂഷൻ ആകും, തെറ്റിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. പകരം എന്ത് ചെയ്യാം? ഇത് ഇടയ്ക്കെടുത്തെടുത്ത് നോക്കുക. ഓക്കെ, റിവൈസ് ചെയ്യുക. നമ്മൾ ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മുടെ തലയിൽ കയറുന്നുണ്ടോ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമ്പോൾ നമ്മൾ പാട്ടൊക്കെ പാടത്തില്ലേ, അതിന് പകരമായിട്ട് 2018, 2022 ഒളിമ്പിക്സ്, 2030, 2032 ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് ബ്രെയിനെ കൊണ്ട് ഓർമ്മിപ്പിച്ച് എടുത്ത് വരുമ്പോഴത്തേക്കും അത് തലയിൽ നിന്നോളും കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ഏതാണ്? ഓക്കെ, PT ഉഷയ്ക്ക് ചെറിയൊരു വ്യത്യാസത്തിൽ, വിത്തിൻ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു? വെങ്കല മെഡല് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഏത് ഒളിമ്പിക്സിലായിരുന്നു എന്നാണ് ചോദ്യം. മോസ്കോ, ലോസ് ഏഞ്ചൽസ്, ബാഴ്സലോണ, സിഡ്നി. ഏതായിരുന്നു ഉത്തരം വരുന്നത്? അത് ലോസ് ഏഞ്ചൽസ് ആയിരുന്നു അല്ലെ. ലോസ് നഷ്ടമായി. ആർക്ക്? PT ഉഷയ്ക്ക്. എന്ത് നഷ്ടമായി? വെങ്കല മെഡൽ. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ലോസ് ആയെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? PT ഉഷയ്ക്ക് ആ ഒരു വെങ്കല മെഡൽ ജസ്റ്റ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നഷ്ടമാകുന്നത് കേട്ടോ. അപ്പൊ PT ഉഷയ്ക്ക് ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ സെക്കൻഡിന്റെ 100-1 അംശത്തിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടമായ ഒളിമ്പിക്സ് ചോദിക്കുകയാണെങ്കിൽ 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ്. ഏത് ഒളിമ്പിക്സിലാണ്? 1984 ആണ്. 84 കേട്ടോ. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് എന്ത് നഷ്ടമാകുന്നത്? PT ഉഷയ്ക്ക് ആ ഒരു വെങ്കല മെഡല് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നഷ്ടമാകുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. മനസ്സിലായോ? PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ഏതാണ്? ലോസ് ഏഞ്ചൽസ് ആണ്. ലോസ് ഏഞ്ചൽസിന്റെ ആ ഒളിമ്പിക്സിന്റെ വർഷം ഒന്ന് പറഞ്ഞേ. 1984 ആണ്. മറക്കരുത്, 1984 മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത അല്ലെങ്കിൽ ആദ്യ മലയാളി വനിത എന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ പറയും PT ഉഷയാണ്. എന്താണ്? ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയെന്നോ ആദ്യ മലയാളി വനിതയെന്നോ ചോദിച്ചാൽ ഉത്തരം നമ്മൾ എന്താ പറയേണ്ടത്? PT ഉഷയാണ്. 1984 ലോസ് ഏഞ്ചൽസില് 400 മീറ്റർ ഹഡിൽസിലാണ് PT ഉഷ എന്ന് ചെയ്യുന്നത് ഫൈനലിൽ എത്തിയതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ PT ഉഷ ലോസ് ഏഞ്ചൽസ് വർഷം 1984 ഓർത്തിരുന്നാൽ മതിയാകും. ഇനി ഒളിമ്പിക്സ് സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാൽ ഓക്കെ, ആരാണ്? അത് ഷൈനി വിൽസൺ ആണ് കേട്ടോ. ഷൈനി വിൽസൺ ആണ് ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത്. 1984 ലോസ് ഏഞ്ചൽസിൽ 800 മീറ്റർ ഓട്ടത്തിലാണ് ഷൈനി വിൽസൺ എന്ത് ചെയ്യുന്നത്? സെമി ഫൈനലിൽ എത്തുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. 2 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഗോൾ കീപ്പർ എന്നോ അല്ലെങ്കിൽ 2 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഫുട്ബോൾ താരമെന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഫുട്ബോൾ താരം, ആദ്യ മലയാളി ഗോൾ കീപ്പർ എന്നൊക്കെ ചോദിച്ചാൽ എന്താ നമ്മൾ ഉത്തരം പറയേണ്ടത്? അത് yes
നാരായണനാണ്. ആരാണ്? SS നാരായണനാണ്. ഓക്കെ, 1956 മെൽബൺ ഒളിമ്പിക്സിലും 1960 റോം ഒളിമ്പിക്സിലുമാണ് അദ്ദേഹം പങ്കെടുത്തത് കേട്ടോ. അപ്പൊ 2 ഒളിമ്പിക്സിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഫുട്ബോൾ താരമെന്നോ ആദ്യ മലയാളി ഗോൾ കീപ്പർ എന്നോ ചോദിക്കുകയാണെങ്കിൽ അത് SS നാരായണനാണ്. ആരാണ്? SS നാരായണനാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കേ, ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങൾ കോർത്തിണക്കിയിട്ടുണ്ട്? ശ്രദ്ധിക്കുക, ഇവിടെ ഡബിൾ ഓപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് കണ്ടോ, ഇപ്പോഴത്തെ PSCക്ക് സ്ഥിരമായിട്ട് ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആദ്യമേ എന്ത് ചെയ്യും? ഒരു ഓപ്ഷൻ കൊടുക്കും, എന്നിട്ട് അതിൽ നിന്നും അടുത്ത ഓപ്ഷൻ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചു വേണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഇതിപ്പോ നമ്പർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ABCD നോക്കിയിട്ട് പോകാൻ പറ്റും. പക്ഷെ ഇവിടെ വേർഡ്സോ സെന്റൻസുകളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റും? മൊത്തത്തിൽ അയ്യോ ഇതാണോ ഇതിൽ നിന്ന് ചിന്തിച്ച് ഇവിടെ എത്തണം, ഇവിടുന്ന് ചിന്തിച്ച് OMRൽ പോകണം അല്ലേ? അപ്പൊ ടാസ്ക് കൂടുതലാണ്. സോ നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ചത് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണുമ്പോൾ കൂളായിട്ട് അതിനെ നേരിടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങൾ കോർത്തിണക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ 6, 8, 5, 4 എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ABCD എന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും എന്താണ്? 4, 5, 6, 8 എന്ന് കൊടുത്തു. അപ്പൊ നമ്മൾ എന്താണ് ആൻസർ ചെയ്യേണ്ടത്? നമ്മുടെ OMR ഷീറ്റിൽ ABCD അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇതാണ് നോക്കേണ്ടത്. 4 ആണോ 5 ആണോ 6 ആണോ 7 ആണോ 8 ആണോ എന്നുള്ളത്. സോ എന്താണ്? നമുക്കറിയാം ഉത്തരം 5 ആണ് അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ ബബിൾ ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നിങ്ങളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാര്യമില്ല, അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ചുമ്മാ ഇങ്ങനെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് നിങ്ങളെ തലയൊന്ന് വർക്ക് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അവിടെ നമ്മൾ വീണ് പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ 5 വളയങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു. ആ 5 വളയങ്ങൾ കോർത്തിണക്കി നിൽക്കുന്ന കണ്ടോ? അതിന് ഓരോന്നിനും ഓരോ കളേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നീല, മഞ്ഞ, കറുപ്പ്, പച്ച, ചുവപ്പ്. ഓക്കെ, അപ്പോ ഇവിടെ ഓരോ വളയങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓരോ കോണ്ടിനെന്റ്സ്, വൻകരകൾ ഉണ്ടല്ലോ, കോണ്ടിനെന്റ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ഇതിലേതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിലേതൊക്കെ വളയങ്ങൾ ഏതൊക്കെ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഏതൊക്കെ കോണ്ടിനെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. നമുക്കറിയാം മൊത്തത്തിൽ 7 കോണ്ടിനെന്റ്സ് ആണുള്ളത്. 7 കോണ്ടിനെന്റ്സിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അതില് 5 എണ്ണത്തിന് മാത്രമേ 5 കോണ്ടിനെന്റ്സിനെ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ അന്റാർട്ടിക്ക എന്ത് ചെയ്തിട്ടുണ്ട്? കളഞ്ഞിട്ടുണ്ട്. അന്റാർട്ടിക്കയിൽ അങ്ങനെ വലിയ ആൾ താമസമൊന്നും ഇല്ലല്ലോ. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ അമേരിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റൊരു അമേരിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു വളയത്തിനെ റെപ്രസെന്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള ആ ഒരു രാജ്യങ്ങളെ മീൻസ് കോണ്ടിനെന്റ്സിനെയാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെ വളയങ്ങൾ ഏതൊക്കെ കോണ്ടിനെന്റ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ ബ്ലാക്ക് ആണ് അല്ലേ? ബ്ലാക്ക് എന്ന് കേൾക്കുമ്പോൾ ആഫ്രിക്കൻ കോണ്ടിനെന്റ് ഓർത്തിരിക്കുക. ആഫ്രിക്കൻ കോണ്ടിനെന്റിനെയാണ് ബ്ലാക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി റെഡ് എന്ന് കേൾക്കുമ്പോൾ റെഡ് കാണുമ്പോൾ അതെന്താണ്? നമ്മുടെ അമേരിക്കയുടെ ആ ഒരു ഫ്ലാഗ് ഒക്കെ ആലോചിക്കുക. ഓക്കെ, അമേരിക്കൻ കോണ്ടിനെന്റിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഓസ്ട്രേലിയ ആണ് പച്ച. ഓക്കെ, പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണെന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. ഓസ്ട്രേലിയ പച്ചപ്പാണ്. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയ എന്താണ്? പച്ചയാണ്. ഇനി അടുത്തെന്താണ്? ഏഷ്യയും ഉണ്ട് യൂറോപ്പും ഉണ്ട് അല്ലെ? ഇനി നീല എന്താണ്? യൂറോപ്പാണ്. നീല എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? യൂറോപ്യൻ കോണ്ടിനെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് മഞ്ഞ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? നമ്മൾ മഞ്ഞയാണ് കേട്ടോ. ഏഷ്യൻ കോണ്ടിനെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് നല്ലതുപോലെ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ പരസ്പരം കോർത്ത 5 നിറങ്ങളിലുള്ള വളയങ്ങളാണ് നമ്മുടെ ആ ഒരു ഒളിമ്പിക്സിന്റെ ആ ഒരു ചിഹ്നം. രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബാരൺ പിയറി ഡി കുബർട്ടിൻ ആണ്. ആരാണ്? ബാരൺ പിയറി ഡി കുബർട്ടിൻ ആണ് എന്ത് രൂപകൽപ്പന ചെയ്യുന്നത്? നമ്മുടെ ഫ്ലാഗ് രൂപകൽപ്പന ചെയ്തത്. മധ്യത്തിൽ
എന്താണ് ഉള്ള നിറം ഏതാണ്? മധ്യത്തിൽ ഈ നടുക്കുള്ള നിറമാണ് ചോദിക്കുന്നത്. അതേത് നിറമാണ്? ബ്ലാക്ക് ആണ് അല്ലെ, കറുപ്പാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്തെന്ന് ചോദിച്ചാൽ അത് വെള്ളയാണ്. കണ്ടോ, പതാകയുടെ നിറമാണ് ചോദിച്ചിരിക്കുന്നത്. പതാകയുടെ നിറം ഏതാണ്? അത് വെള്ളയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ പരസ്പരം കോർത്ത 5 നിറങ്ങളിലുള്ള വളയങ്ങളാണുള്ളത്. രൂപകൽപ്പന ചെയ്തത് ബാരൻ പിയറി ഡി കുബർട്ടിനാണ്. മധ്യത്തിലുള്ള നിറം കറുപ്പാണ്. അതുപോലെ ഒളിമ്പിക്സിന്റെ പതാകയുടെ നിറം ചോദിച്ചാൽ അത് വെള്ളയാണെന്നും ഓർത്തിരിക്കുക. ഇനി ആ ഓരോ കോണ്ടിനെന്റ്സും ഓരോ കളേഴ്സും ആണ് കൊടുത്തിട്ടുള്ളത്. മഞ്ഞ എന്തിനെയാണ്? ഏഷ്യൻ വൻകരയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കറുപ്പ് എന്തിനെയാണ്? ആഫ്രിക്കൻ വൻകരയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നീല യൂറോപ്പിനെയാണ്. ചുവപ്പ് എന്തിനെയാണ്? അമേരിക്കയാണ്. അതുപോലെ പച്ച എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഓസ്ട്രേലിയയെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കുക? ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് എന്നോടൊപ്പം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എടുത്തു തരേണ്ടുന്ന ടോപ്പിക് ഏതാണെന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്